ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ അനേകവിധമായ താഴ്ചയുള്ള സമയങ്ങൾ, വീഴ്ചയുള്ള സമയങ്ങൾ, തളർന്നു പോകുന്ന സമയങ്ങൾ, നാം നമ്മളുടെ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ ആണോ എന്നുള്ളതായ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഉള്ള സമയങ്ങൾ, അപ്പോഴെല്ലാം ഇനി നമുക്ക് ഒരു പ്രത്യാശയുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയങ്ങൾ, നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുമോ എന്നുള്ള ഒരു അനുകൂലപരമായ ചിന്ത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അവൻ നിങ്ങളെ ഉയർത്തും എന്ന ചിന്താവിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അവൻ നമ്മളെ ഉയർത്തും. ഇത് ഒരു വലിയൊരു വിഷയം തന്നെയാണ്. നാം തക്ക സമയത്ത് നമുക്ക് ഒരു ഉയർച്ച സംഭവിക്കുമോ, അല്ലെങ്കിൽ തക്കതായ സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരു വിടുതൽ, ഒരു വിമോചനം നമുക്ക് ഉണ്ടാകുമോ എന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, അബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പമായി നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാം ലിങ്കൻ ആ പലക കഷ്ണങ്ങൾ കൊണ്ട് കട്ടപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ക്യാബിനിലാണ് അബ്രഹാം ലിങ്കനും അവിടെ അബ്രഹാം ലിങ്കൻ്റെ സഹോദരിയായ സാറയും മാതാപിതാക്കളും ജീവിച്ചിരുന്നത്. എന്നാൽ അബ്രഹാം ലിങ്കൻ്റെ ദാരിദ്ര്യ അവസ്ഥയിൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും അബ്രഹാം ലിങ്കന് വീഴ്ചയും താഴ്ചയും സംഭവിക്കുമ്പോൾ നിരവധി തവണ ജീവിതത്തിൽ നിരാശയേറുന്ന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും ദൈവം വഴി നടത്തി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ദിവസം അബ്രഹാം ലിങ്കൻ എഴുന്നേറ്റ് തൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ പ്രിയ പിതാവ് അവിടെ കിടക്കുന്ന ഒരു തടിക്കഷ്ണം അവിടെ വാളുകൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കഷ്ണങ്ങൾ ഉണ്ടാക്കി പ്രിയ പിതാവ് അബ്രഹാം ലിങ്കനോട് ആ പല കഷ്ണങ്ങൾ കയ്യിൽ പിടിക്കുവാനായിട്ട് പറഞ്ഞു. അതിലെല്ലാം ആണികളെല്ലാം അടിച്ച് ഒരു പെട്ടി ഉണ്ടാക്കി. അബ്രഹാം ലിങ്കൻ പറയുകയാണ്, അബ്രഹാം ലിങ്കനോട് തൻ്റെ പിതാവ് ചോദിച്ചു, മോനെ, നീ എന്താണ് നീ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് ഇവിടെ ചോദിച്ചു. അപ്പോൾ അബ്രഹാം ലിങ്കൻ പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്, ഏതോ ഒരു പെട്ടി ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതേ മോനെ, നിൻ്റെ മാതാവ് മരിച്ചിരിക്കുന്നു, ആ മാതാവിനെ അടക്കുവാൻ വേണ്ടിയാണ് ഈ പെട്ടി നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അവിടെ അറിയിച്ചു. പ്രിയമുള്ളവരെ, ആ ചെറുപ്രായത്തിൽ തൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. അങ്ങനെ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് അബ്രഹാം ലിങ്കൻ, വളർത്തമ്മ ശരിയായ രീതിയിൽ അബ്രഹാമിൻ്റെ കഴിവ് മനസ്സിലാക്കി നല്ല ശിക്ഷണം കൊടുത്ത് വളർത്തുകയുണ്ടായി. അങ്ങനെ അബ്രഹാം ലിങ്കൻ തൻ്റെ ജീവിതത്തിലുടനീളം ഒരുപാട് പ്രാവശ്യം തോൽവികൾ വാങ്ങിക്കൊണ്ടാണ് അവസാനമായി അബ്രഹാം ലിങ്കൻ ആ പരമോന്നത പദവിയിലേക്ക്, ആ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഉയരുവാനായിട്ട് സാധിച്ചത്. തൻ്റെ മാതാവ് നഷ്ടപ്പെടുന്ന സമയം, തൻ്റെ ജോലി നഷ്ടപ്പെടുന്ന സമയം, തൻ്റെ ബിസിനസ് നഷ്ടപ്പെടുന്ന സമയം, ഇലക്ഷനുള്ളതായ ആ തോൽവിയുടെ സമയം, അങ്ങനെ ഗവൺമെൻറ് ജോലിയിൽ ലഭിക്കാത്ത സമയം, നഷ്ടപ്പെട്ട സമയം, അങ്ങനെ പല സമയവും തൻ്റെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തനിക്ക് തോൽവികൾ സംഭവിക്കുമ്പോഴെല്ലാം ദൈവം അവനെ കൈതാങ്ങി ഉയർത്തിയെന്ന് നാം കാണുവാനായിട്ട് നാം കാണുന്നു. എന്നാൽ തക്ക സമയത്ത് അബ്രഹാം ലിങ്കനെ അവിടെ ഒരു പരമോന്നത പദവിയിലേക്ക് ദൈവം ആ സ്ഥാനം അലങ്കരിക്കുവാനായിട്ട് അബ്രഹാം ലിങ്കനെ ലോകത്തിൽ തന്നെ ഏറ്റവും ആകർഷണീയമായ, ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നതായ ഒരു സ്ഥാനമായ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുവാനായിട്ട് അബ്രഹാം ലിങ്കന് ദൈവം വലിയൊരു അവസരം നൽകി എന്ന് നാം കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ എന്താണ്? തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് ഇൻ ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. ഈ പ്രകാരമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും പറയും, ആ കറക്റ്റ് ടൈം, എനിക്ക് ഇന്ന കാര്യം എനിക്ക് ലഭിച്ചതിനാൽ, അല്ലെങ്കിൽ ഇത്ര പണം എനിക്ക് ലഭിച്ചതിനാൽ, എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു, ആയതിനാൽ ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. കല്യാണം ആ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും എത്തുകയും എല്ലാം നന്നായിട്ട് നടന്നു. തക്ക സമയത്ത് കാര്യങ്ങളെല്ലാം ലഭിച്ചതുകൊണ്ട്
എൻ്റെ ആ ഭവനം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ തക്ക സമയത്തെക്കുറിച്ച്, ആ ശരിയായ സമയത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നാം പറയാറുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വാക്യം അവിടെ നാം നോക്കുമ്പോൾ അതിൽ 6-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത്, ഇവിടെ താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാനായിട്ട് ദൈവത്തിൻ്റെ കൈക്കീഴിൽ നാം അവൻ്റെ കൈക്കീഴിൽ നാം താണിരിക്കണം എന്നാണ് പറയുന്നത്. അവൻ്റെ കൈക്കീഴിൽ താണിരിപ്പീൻ എന്നാണ് പറയുന്നത്. തക്ക സമയത്ത് ദൈവം നമുക്കൊരു ഉയർച്ച തരുവാനായിട്ട്, ദൈവം നമ്മളെ ഉയർത്തുവാനായിട്ട്, ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് നാം അവൻ്റെ കൈക്കീഴിൽ, അവൻ്റെ ആ ഉപദേശത്തിൻ്റെ കീഴിൽ, അവൻ്റെ ആ നിർദ്ദേശങ്ങൾ പ്രകാരം നാം ജീവിക്കണം എന്നാണ് ഈ വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് 5-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പറയുന്നത്, അവണ്ണം ഇളയവരോ മൂപ്പന്മാർക്കോ കീഴടങ്ങുവീൻ, ഇളയവരോ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇളയവരായവർ മൂപ്പന്മാർക്ക് അവർ അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങുവീൻ എന്നാണ് പറയുന്നത്. തമ്മിൽ കീഴടങ്ങുവീൻ. നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. നിഗളികളായവരെ ദൈവം എന്ത് ചെയ്യുന്നു? എതിർത്ത് നിൽക്കുന്നു. എന്നാൽ താഴ്മയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ തക്ക സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ ആ അനുഗ്രഹം, ആ ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ കൈക്കീഴിൽ നാം താണിരിക്കുന്ന മക്കളായി ജീവിക്കണം എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും. അവന് നമ്മളുടെ കാര്യങ്ങളെല്ലാം അറിയാം. അവൻ ഏത് സമയത്താണ് നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവൻ നമ്മളെ വേണ്ടിയതായ നന്മകൾ നമുക്ക് പകർന്ന് നമ്മൾ നയിക്കേണ്ടത് എന്ന് ദൈവത്തിനറിയാം. പ്രിയമുള്ളവരെ, തക്ക സമയത്ത് ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഉയർത്തും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം താണിരിക്കുന്നതായ അങ്ങനെയുള്ള സ്വഭാവമില്ലാത്തവരാണ്. നമ്മൾ താഴ്മയുള്ളതെന്ന് ഇന്ന് യൗവനക്കാരുടെ മധ്യയിലോ അല്ലെങ്കിൽ എല്ലാ സാധാരണ ജനങ്ങൾ എല്ലാവരുടെയും മധ്യയിൽ എല്ലാവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ അവനേക്കാളും വലിയവൻ, ഞാൻ അവളെക്കാളും വലിയവൾ, അങ്ങനെ ഉള്ളതായ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. ഒരിക്കലും ഒരു വിട്ടുകൊടുക്കുന്നതായ ഒരു മനോഭാവം, ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു മനോഭാവം ഉള്ള വ്യക്തികളായിട്ടല്ല നാം ജീവിക്കുന്നത്. ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് നാം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഞാൻ ആരാന്ന് അവനെ അറിഞ്ഞിട്ടില്ല, ശരിക്കും എൻ്റെ സ്വഭാവം ഞാൻ എടുത്താലുണ്ടല്ലോ അപ്പോൾ അവന് മനസ്സിലാകുമെന്ന് നമ്മൾ പറയും. എന്നാൽ ഇവിടെ പറയുന്നത് ഇളയവരായവരോ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, അന്യോന്യം നിങ്ങൾ കീഴടങ്ങുവീൻ, തമ്മിൽ നിങ്ങൾ താഴ്മയോടുകൂടി നടക്കണമെന്ന ദൈവം ഈ വചനങ്ങളിലൂടെ നമ്മളെ ഉപദേശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ അവൻ്റെ കൃപ തക്ക സമയത്ത് അവൻ്റെ കൃപ ലഭിക്കുവാനായിട്ടും അവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് അവൻ്റെ കൈക്കീഴിൽ നാം താണിരിക്കണം എന്നാണ് വചനം ഇവിടെ പറയുന്നത്. നമ്മൾ ഈ ചിന്തയോടനുബന്ധിച്ച് നമുക്ക് തിരുവഴുത്തിലിരിക്കുന്ന ഉള്ളായ ഒരു സുപ്രധാനമായ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ ആ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. നമുക്കറിയാം, ശൗൽ രാജാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശൗൽ രാജാവിനെ ദൈവം തിരഞ്ഞെടുക്കുകയും ഒരു വലിയൊരു ഉത്തരവാദിത്വം ദൈവം നൽകുകയും ചെയ്തു. ഇസ്രായേൽ ജനങ്ങളുടെ ഒന്നാമത്തെ രാജാവായി ശൗൽ രാജാവിനെ ദൈവം തിരഞ്ഞെടുത്തു. അവിടെ ജനങ്ങൾക്ക് ഒരു രാജാവിനെ, അവർക്ക് കണ്ട ഒരു രാജാവിനെ വേണം. മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ അവർക്ക് വേണമെന്ന് ദുശാഠ്യം പിടിച്ചപ്പോൾ കർത്താവായ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് ശൗലിനെ ഒന്നാമതായി രാജാവായിട്ട് അവനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശമൂവേൽ പ്രവാചകനോട് ദൈവം അവിടെ നിർദ്ദേശിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
നമുക്ക് ഇവിടെ 1 ശമൂവേൽ 9-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, ഈ ബെന്യാമിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ഈ 12 ഗോത്രങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ചെറിയ ഗോത്രമാണ്. അതുപോലെ തന്നെ ഈ ബെന്യാമിൻ ഗോത്രങ്ങളിൽ വെച്ച് തന്നെ കുടുംബങ്ങളിൽ, അവിടെയുള്ള ആ കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ കുടുംബവും എൻ്റേത് തന്നെയാണ്. അപ്പോൾ ഈ ഇത്രയും ചെറിയ ഒരു കുടുംബത്തിൽ, ഇത്രയും ചെറിയ ഒരു ഗോത്രത്തിലായിരിക്കുന്ന എന്നെ ഈ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അധിപതിയായി എന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധ്യമല്ല എന്ന് ഇവിടെ ശമൂവേൽ പ്രവാചകനോട് ഇവിടെ ശൗൽ രാജാവ് ഇവിടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അവിടെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവൻ, എൻ്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിൽ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ഇതുമായി ആയിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്തെന്ന് ഉത്തരം പറഞ്ഞു. അവിടെ നാം വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യം, 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിൻ്റെ മേലും നിൻ്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഇസ്രായേലിൻ്റെ ആയ ആഗ്രഹം മുഴുവനും? നിൻ്റെ മേലും നിൻ്റെ പിതൃഭവനത്തിന്മേലുമാണ്. നീ ആ കാണാതെ പോയ കഴുതകളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, അതെല്ലാം കണ്ടുകിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ നീ കേട്ടുകൊള്ളുക. 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എൻ്റെ കൂടെ പൂജാഗിരിക്ക് പോരുവീൻ, നിങ്ങൾ ഇന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം, നാളെ ഞാൻ നിന്നെ യാത്രയാക്കാം, നിൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും പറഞ്ഞു തരാം എന്ന് അവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവ, അതായത് 17-ാമത്തെ വാക്യത്തിൽ നാം ശരിക്കും വായിക്കുമ്പോൾ, അവിടെ ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ ഇവനാകുന്നു, എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ എന്ന് കൽപ്പിച്ചു. അന്നേരം ശൗൽ പടിവാതിക്കൽ ശമൂവേലിൻ്റെ അടുക്കൽ എത്തി. അവിടെ എന്താണ്? ശമൂവേൽ പ്രവാചകൻ ശൗലിനെ തിരഞ്ഞു നടക്കുന്ന സമയം അവിടെ ശൗൽ അവൻ്റെ മുൻപിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ ദൈവം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ശമൂവേൽ പ്രവാചകനോട് സംസാരിക്കുകയും, ഇവനാകുന്നു ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനെ അതിനെ ഭരിക്കുവാനുള്ള ആ നേതാവ് അല്ലെങ്കിൽ രാജാവ് എന്ന് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സന്തോഷ വർത്തമാനം അറിഞ്ഞതായ ശൗൽ രാജാവ് അവിടെ ശൗൽ പറയുകയാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ, ഈ ഗോത്രങ്ങളിൽ വെച്ച് ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഞാനൊരു ചെറിയ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ആ ഗോത്രത്തിൽ തന്നെ അനേക കുടുംബങ്ങളുണ്ടെങ്കിലും ആ കുടുംബങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഇങ്ങനെയുള്ള ഈ വലിയൊരു ദൗത്യം, ഇങ്ങനെയുള്ള ഒരു കാര്യം എന്നിൽ നിക്ഷിപ്തമാക്കുന്നത് അത് എന്താണ് എന്ന് ഇവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനാൽ ദൈവം മനസ്സ് വെച്ചാൽ, ദൈവത്തിൻ്റെ ഇംഗിതപ്രകാരം ദൈവം ഒരു തീരുമാനമെടുത്താൽ ദൈവം ആരെ വേണമെങ്കിലും അവൻ തക്ക സമയത്ത് ഉയർത്തുവാനായിട്ട് കഴിയുമെന്നതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ശൗലിനെ ദൈവം ഉയർത്തുവാൻ തീരുമാനിച്ചു. അവൻ്റെ ആ ഗൃഹത്തിൻ്റെ, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ആ രാജ്യസ്ഥാനം അവന് നൽകുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ പലപ്പോഴും നമ്മളുടെ തിരഞ്ഞെടുപ്പിന് ഒത്തവണ്ണം നാം അതിനനുസരിച്ച് ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലരും തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പലവിധമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഇന്ന് പലരും പല രീതിയിലും പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ സ്ഥാനം, അതിൻ്റെ പ്രാധാന്യത എന്താണ്, അതിലുള്ള ദൗത്യം എന്താണ്, അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ സ്ഥാനത്തിൽ കയറിപ്പറ്റിയിരിക്കുക എന്നുള്ള ചിന്തയോടുകൂടി പലരും സ്ഥാനമോഹികളായി ഇന്ന് ലോകത്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ഇവിടെ ശൗൽ രാജാവിനും വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം അവിടെ നൽകിയത്. ആ സ്ഥാനം ദൈവം ഇവിടെ ശൗൽ രാജാവിന് നൽകി. അവൻ എങ്ങനെയാണ് ആ സ്ഥാനം അലങ്കരിച്ചത് എന്ന് തുടർന്നുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 1 ശമൂവേൽ അതിൻ്റെ 13 നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേൽ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കി ആക്കുമായിരുന്നു എന്ന് ഇവിടെ വചനം പറയുന്നതാണ് കാണുന്നു. ഇവിടെ അവന് ആ രാജ്യസ്ഥാനം ലഭിച്ചു. ഇസ്രായേൽ രാജ്യത്തിന് രാജാവായി അവൻ സ്ഥിരമായി അവന് കഴിയാമായിരുന്നു. എന്നാൽ ഇവിടെ അവൻ ചെയ്തത് എന്താണ്? ദൈവജനത്തിനെതിരായിട്ട് ഒരു ഭോഷത്വം അവൻ ചെയ്തു എന്ന് ഇവിടെ വചനം ഇവിടെ പറയുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവന് സ്ഥിരമായിട്ട് ആ സ്ഥാനം അവന് നിലനിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നീ ചെയ്തത് ഭോഷത്വം. ഇവിടെ വീണ്ടും അവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് വന്ന് പറയുകയാണ്, നീ ഭോഷത്വം ചെയ്തുവല്ലോ. ഇത്രയും വലിയ മഹത്വകരമായ ഒരു സ്ഥാനം ദൈവം നിനക്ക് നൽകിയിട്ട് ആ സ്ഥാനം നിനക്ക് എങ്ങനെ അലങ്കരിക്കുവാൻ നിനക്കറിയാതെ നീ ഒരു വീഴ്ച നിനക്ക് ഉണ്ടായല്ലോ. ആ സ്ഥാനം നീ എങ്ങനെ നിലനിർത്തണമെന്ന് നിനക്കറിയാതെ നീ അതിലൊരു വീഴ്ച നിനക്ക് പറ്റിയല്ലോ, സംഭവിച്ചുവല്ലോ. അത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. ദൈവം ആ കൊടുത്തതായ കൽപ്പന പ്രമാണിക്കാത്തത് കൊണ്ട് നിൻ്റെ ഈ സ്ഥാനം നിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നീക്കിക്കളയുമെന്നുള്ള ഒരു ഖേദകരമായ ഒരു വാർത്തയാണ് ഇവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് ഇവിടെ അറിയിക്കുന്നത്. എന്നാൽ അവനെ തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അധിപതിയാക്കണമെന്നുള്ള ആ വലിയൊരു ദൗത്യവുമായി ശമൂവേൽ പ്രവാചകൻ അവിടെ ആ ശൗലിനെ തിരഞ്ഞെടുക്കുന്നതായ നാളുകളും ഇപ്പോൾ അതേ പ്രവാചകൻ കടന്നു വന്ന് നീ ദൈവം പറഞ്ഞതായ കൽപ്പനകൾ പ്രമാണിച്ചില്ല, നിൻ്റേതായ സ്ഥാനം ദൈവം നീക്കിയിരിക്കുന്നു, നിന്നെ ആ സ്ഥാനത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നു എന്നുള്ള ആ സങ്കടകരമായ ഒരു വാർത്ത അവിടെ അറിയിക്കുന്നതായ ഒരു സാഹചര്യവും മനസ്സിലാക്കുക. ദൈവം നമുക്ക് അവസരങ്ങൾ പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകും പ്രിയമുള്ളവരെ. ஆனால் ആ അവസരങ്ങൾ നാം നമ്മുടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, തിരുനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ അവൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയും നമ്മുടെ സ്വയമായി നമ്മുടെയായ ആ വ്യക്തിത്വത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ ദൈവം ഉയർത്തിയവനെ ദൈവത്തിന് താഴ്ത്തുവാനും അവന് കഴിയും പ്രിയമുള്ളവരെ. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും നമ്മൾ ജീവിച്ചുകൂടാ. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത് എന്ന പാട്ടുകാരൻ പാടിയതുപോലെ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു അനുഭവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല പ്രിയമുള്ളവരെ. നിനക്കൊരു ഉയർച്ച ദൈവം തന്നെങ്കിൽ, ദൈവം ആ ഉയർച്ചയിൽ നീ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആയ കൽപ്പനകൾ നീ പ്രമാണിച്ചേ പറ്റൂ. ഇവിടെ ശൗൽ രാജാവിന് അങ്ങനെയുള്ള ഒരു വലിയൊരു തെറ്റാണ് സംഭവിച്ചത്. അവൻ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുവാനായിട്ട് മറന്നതുകൊണ്ട്, ഭോഷത്വം പ്രവർത്തിച്ചതുകൊണ്ട് അവന് ആ സ്ഥാനം അവിടെ ഇല്ലാതായിപ്പോയി എന്ന് നാം കാണുവാനായിട്ട് കഴിയും. അതിനാൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ മുഖാന്തരം ഇവിടെ ദൈവം ആ വചനം ഇവിടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. നാം തുടർന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ 15-ാം അധ്യായം അവിടെ അതിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജ്യസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നാം യഹോവയുടെയായ വചനങ്ങളെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നതായ മക്കളാണോ? നാം എപ്രകാരമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന് നാം കാണണം. യഹോവയുടെയായ വചനങ്ങളെ തള്ളിക്കളഞ്ഞ് നാം ജീവിക്കുകയാണെങ്കിൽ യഹോവ നമ്മളെയും തള്ളിക്കളയും പ്രിയമുള്ളവരെ. നാം അവനെ നമ്മൾ ത്യജിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവൻ നമ്മളെയും ത്യജിച്ച് കളയുമെന്ന് നാം കാണുന്നു. അവനെ നമ്മൾ വെറുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെയും അവൻ വെറുക്കുന്നതായ അനുഭവം ഉണ്ടാകും പ്രിയമുള്ളവരെ. ശൗൽ രാജാവ് ദൈവത്തിന് പ്രിയമുള്ള ഒരു ദാസനായി എന്നേക്ക് നിലനിന്നിരുന്നെങ്കിൽ ഈ പ്രകാരമായ ഒരു അവസ്ഥ ശൗൽ രാജാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ലായിരുന്നു, അത് സംഭവിക്കില്ലായിരുന്നു. എന്നാൽ അവിടെ ശൗൽ രാജാവ് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിച്ച ഒരു അനുഭവമാണ്
കാര്യമാണ് നാം കാണുന്നത്. അതിൻ്റെ 30-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്തെന്നാൽ, അപ്പോൾ അവൻ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇവിടെ ശൗൽ രാജാവിന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് ഒരു തിരിച്ചറിവ് അവനുണ്ടാകുന്നു. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ നാം എന്താണ് അഹങ്കാരത്തോടുകൂടി അഹംഭാവത്തോടുകൂടി നാം ജീവിക്കുകയോ നമുക്കൊരു തിരിച്ചറിവ് പോലും ഉണ്ടാകാത്ത അവസ്ഥകൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇവിടെ ശൗൽ രാജാവിന് ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും ദൈവത്തിൻ്റെയായ ആ കൃപ, ആ ദൈവത്തിൻ്റെയായ ആ ശക്തി, ദൈവത്തിൻ്റെയായ ആ പ്രസന്നത അവനിൽ നിന്ന് എടുക്കപ്പെട്ടതായ ആ നാളുകളായി തീർന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയായി തീർന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ പാപം എന്താണ് എന്ന്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നാണ് അവനിവിടെ പറയുന്നത്. അങ്ങനെ ശമൂവേൽ പ്രവാചകനെ തന്നോടൊപ്പം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരണമെന്ന് അവിടെ ആഹ്വാനം ചെയ്യുകയും ശമൂവേൽ പ്രവാചകനും ശൗലിനോടൊപ്പം ദൈവത്തെ ദർശിക്കുവാനായിട്ട് ആ ആലയത്തിലേക്ക് കടന്നു പോകുന്നതായ ആ അനുഭവം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പാപം, താൻ ചെയ്തതായ പാപം ഇന്നതാണ് എന്ന് അവൻ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഈ ലോക ജീവിതത്തിൽ അനേകർ ഇന്ന് അഹംഭാവത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ആ പാപം, തെറ്റ് എന്താണെന്ന് തിരിച്ചറിയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ നാം എന്ത് ചെയ്യണം? നാം താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം താഴുവാനായിട്ട്, നാം താഴ്മയുള്ളവരായിട്ട്, അവൻ്റെ കൈക്കീഴിൽ നാം താണിരിക്കുവാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കണം. പ്രിയമുള്ളവരെ, അവൻ്റെ കൈക്കീഴിൽ നാം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം തക്ക സമയത്ത് അവൻ്റെയായ ആ കൃപ നമുക്ക് വെളിപ്പെടുത്തുകയും നമ്മളെ ഉയർത്തുകയും നമ്മളെ ആ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, എന്നാൽ പലപ്പോഴും നാം എന്താണ്, ഒരു മത്സര ബുദ്ധിയുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യരോട് നമ്മൾ മത്സരിക്കുന്നു, അതേ രീതിയിൽ തന്നെ നാം ദൈവത്തോട് മത്സരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ആ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ മുഴുവനും ഭരിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവ്, അവൻ ദൈവത്തോട് മത്സരിച്ചു. ഞാൻ പണിത മഗധയാൻ ബാബിലോൺ, അല്ലെങ്കിൽ ഞാൻ പണിത വലിയ ബാബിലോൺ എന്ന് അവിടെ പറയുകയുണ്ടായി. ആ സാമ്രാജ്യത്തിൻ്റെ എല്ലാവിധമായ ആ മഹത്വം അവനാണ് പണിത്, അവനാണ് ചെയ്തതെന്ന് അഹംഭാവത്തോട് അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. എന്നാൽ ദൈവം അവനെ താഴ്ത്തി, ആ സ്ഥാനം അവന് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ കൈക്കീഴിൽ അവൻ താണപ്പോൾ ദൈവം അവനെ ഉയർത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം അങ്ങനെയുള്ള ഒരനുഭവം നമുക്കും ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സിദ്ധിക്കുവാനായിട്ട്, അതപ്രകാരം തന്നെ നിറവേറുവാനായിട്ട്, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നിറവേറുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം താഴ്ന്നായ ഒരു മനോഭാവം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം നമ്മളെ ഉയർത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവെ, തക്ക സമയത്ത് അടിയങ്ങളെ അങ്ങ് അവിടുന്ന് ഉയർത്തുവാനായിട്ട് ഇരിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, അങ്ങടെയായ കൈക്കീഴിൽ താണിരിക്കുവാനായിട്ട് അടിയങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ദൈവമേ താഴുന്ന ജനങ്ങളായി, മക്കളായി ജീവിപ്പാൻ നീ സഹായിക്കണമേ. അങ്ങ് അവിടുന്ന് തക്ക സമയത്ത് അനേകരെ ഉയർത്തിയതുപോലെ അടിയങ്ങളെയും അങ്ങ് അവിടുന്ന് ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം അടിയങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ അയച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ. ആമേൻ.